ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം ആ ചാപ്റ്ററിൻ്റെ അവസാനത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സും കൂടെ ആകുമ്പോഴത്തേക്കും ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇനി നമുക്കുള്ളത് മാട്രിക്സും കൂടെ മാത്രമാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടും ഈ ഡിഫറൻസിയേഷൻ 2 ചാപ്റ്റർ നല്ലോണം പഠിക്കുക. അതുകൊണ്ട് അതിൽ നിന്ന് മാത്രം ഈ 80 മാർക്കിൻ്റെ എക്സാമിന് ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു 35 മാർക്കിന് മുകളിൽ അല്ലെങ്കിൽ 40 മാർക്കോളം നിങ്ങൾക്ക് ഈ ഡിഫറൻസിയേഷൻ റിലേറ്റഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത് രണ്ടും നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എക്സാം നല്ല ഈസി ആയിരിക്കും. ഓക്കെ, എസ്പെഷ്യലി ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് അറിയണമെങ്കിൽ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ അറിഞ്ഞാലേ പറ്റുള്ളൂ. ഓക്കെ, സോ വി ആർ യൂസിങ് ഡെറിവേറ്റീവ്സ് ടു ഡ്രോ ഗ്രാഫ്സ്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനാണ് നമ്മൾ ഡെറിവേറ്റീവ്സിനെ യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഓക്കെ, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ്സ് വെച്ചിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ വെച്ചിട്ട് നമ്മളിതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഓരോ കേസിൽ ഞാൻ ഓരോ കണ്ടീഷൻസ് പറയാം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ y ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്? ലെറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. നമ്മൾ എഫ് ഡാഷ് എക്സിനെ 0 ആക്കി കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ എക്സിന് 2 വാല്യൂ കിട്ടും, ക്യൂബിക് ആണെങ്കിൽ 3 വാല്യൂ കിട്ടും. അങ്ങനെ എക്സിന് നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂസ്, നമ്മൾ ആ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂസ് പ്രധാനമാണ്. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഡാഷ് എക്സ്, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. ഓക്കെ, അത്രയും അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൽ എഫ് ഡാഷ് എക്സ് വെച്ചിട്ട്, എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് 2 കാര്യങ്ങൾ പറയാൻ പറ്റും. ഇഫ് എഫ് ഡാഷ് എക്സ് എന്ന് വെച്ചാൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0, അതായത് പോസിറ്റീവ് ആണോ അതോ ഇനി എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണോ, അതെന്താണ് ലെസ് ദാൻ 0 ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആദ്യം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നമ്മൾ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതെന്ന് വെച്ചിട്ട് നമുക്ക് x1 x2 2 വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതൊക്കെ വെച്ചിട്ട് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണോ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ അത് ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ്, ഓക്കെ, എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഗ്രാഫ് ഇൻക്രീസ് ചെയ്യും. ഇനി എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ കണ്ടീഷൻസ് ആണ്. ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്യാൻ പോവുക. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തു, എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചു. ഗ്രാഫ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യുക എന്നുള്ളത് കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്കിങ്ങനെ 2 ആക്സിസ് ഉണ്ടാവും അല്ലേ, എക്സ് വൈ, ആൻഡ് അതിലൊരു എന്താ പോകുന്നുണ്ട്? കർവ്.
ഓക്കെ, സപ്പോസ് ഇങ്ങനെ ഒരു ഗ്രാഫ് പോവാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിവിടെ ഈ ഒരു പോർഷനാണ് എടുക്കുന്നതെന്ന് വെച്ചു. സപ്പോസ് ഇപ്പോൾ എക്സ്, ഓക്കെ, എക്സിന് ഇപ്പോൾ ഇവിടെ 1 ആണ് വാല്യൂ, ആൻഡ് ഇവിടെ എക്സിന് 0 ആണ് വാല്യൂ. ഓക്കെ, വണ്ണിൻ്റെ ഇങ്ങോട്ടാണ് ഞാൻ നോക്കുന്നതെങ്കിൽ, ഓക്കെ, 1-ന് മുമ്പ് വരെയുള്ള വാല്യൂസാണ്, ഇത്രയും വാല്യൂസാണ് ഞാൻ നോക്കുന്നതെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും? നമ്മുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോവുകയാണ്? മുകളിലോട്ട് പോവുകയാണെന്ന് എനിക്ക് മനസ്സിലാവും. ഇനി അതായത് ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ? അതേപോലെ 1-ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യും, എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഗ്രാഫ് ഡിക്രീസ് ചെയ്യും. ഇതൊക്കെ ഓരോരോ പോയിൻ്റാണ്. ഓക്കെ, ഇനി സപ്പോസ് നമ്മുടെ ഗ്രാഫ് ഇതാ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഗ്രാഫെങ്കിലോ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതാ നമ്മുടെ ഗ്രാഫിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അത് എനിക്ക് ലോവസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഹയസ്റ്റ് പോയിന്റിനെ നമ്മൾ ലോക്കൽ മാക്സിമ എന്നും ലോവസ്റ്റ് പോയിന്റിനെ ലോക്കൽ മിനിമ എന്നും വിളിക്കുന്നു. ഓക്കെ, ഹയസ്റ്റ് പോയിന്റിനെ ലോക്കൽ മാക്സിമ എന്നും ലോവസ്റ്റ് പോയിന്റിനെ ലോക്കൽ മിനിമ എന്നും വിളിക്കുന്നു. അപ്പോൾ ഹയസ്റ്റ് പോയിന്റും ലോവസ്റ്റ് പോയിന്റും നമുക്കറിയാമെങ്കിൽ, അതുപോലെ തന്നെ ഏത് റീജിയനിലാണ് ഗ്രാഫ് മുകളിലോട്ട് പോകുന്നത്, ഏത് റീജിയനിലാണ് താഴോട്ട് പോകുന്നത്, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഫ് സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എഫ് ഡാഷ് എക്സ് വെച്ചിട്ട് നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു അല്ലേ? ഇനി ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കും. എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഓക്കെ, എഫ് ഡാഷ് എക്സ്. ഇനി അടുത്തത് എന്താണ്? നമ്മൾ എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കും. ഓക്കെ, ആൻഡ് നമുക്കിതാ ഇവിടെ എക്സിന് 2 വാല്യൂ കിട്ടിയല്ലോ അല്ലേ? x1 x2 എന്നുള്ളത് കിട്ടിയല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അതായത് നമ്മൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് കിട്ടി. അതായത് എഫ് x1 ആയാലും ഇവിടെ x1 ആയാലോ x2 ആയാലോ ഇതെന്തായിരിക്കും? ആൻസർ 0 ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമയ്ക്കുള്ള കണ്ടീഷനാണ്. ഓക്കെ, ലോക്കൽ മാക്സിമ ആണെങ്കിൽ, ലോക്കൽ മാക്സിമ നമ്മൾ കണ്ടുപിടിച്ച പോയിന്റ് ലോക്കൽ മാക്സിമ ആണോ എന്ന് എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ, എഫ് ഡാഷ് എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ എഫ് ഡബിൾ ഡാഷ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ എഫ് ഡാഷ് എക്സ് ആണ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നത്. അതെന്താണ്? ഇൻക്രീസ് ആയിരുന്നു. അതേ കണക്ക് ഇവിടെ മാക്സിമം വരുമ്പോൾ എഫ് ഡബിൾ ഡാഷ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻസ് മാറി തിരിഞ്ഞ് പോകരുത് കേട്ടോ. ഞാനത് പറഞ്ഞു കുഴപ്പിക്കുന്നില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടീഷൻസ് ഇപ്പോൾ ആദ്യം അങ്ങോട്ട് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ ലോക്കൽ മാക്സിമ ആയി. ഇനി ലോക്കൽ മിനിമ ആവുമ്പോൾ എഫ് ഡാഷ് എ ഈക്വൽ ടു 0 ആണ്. പക്ഷേ എഫ് ഡബിൾ ഡാഷ് എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലോക്കൽ മാക്സിമ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ലോക്കൽ മിനിമം എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതായി. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് ഉണ്ട്. ഓക്കെ, എഫ് ഡബിൾ ഡാഷ് എക്സ് വെച്ചിട്ടുള്ള അതിൻ്റെ കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എഫ് ഡാഷ് എക്സ് പറഞ്ഞ കണക്ക് തന്നെ ഇഫ് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഇഫ് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കർവ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, കർവ് എന്ന് പറയുന്നത് കോൺകേവ് അപ്പ്, അതായത് ഈ ഡയറക്ഷനിൽ ഇങ്ങനെയായിരിക്കും കർവ് പോവുക. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ കോൺകേവ് ഡൗൺ ആയിരിക്കും. ഓക്കെ, കോൺകേവ് ഡൗൺ എന്ന് പറയുമ്പോൾ ഈ രീതിയിലായിരിക്കും ഗ്രാഫ് പോവുക. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം ആദ്യം നിങ്ങൾ പഠിക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ എന്താണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് ചോദിച്ചാൽ, ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ കർവ് ചേഞ്ചസ് ഫ്രം കോൺകേവ് അപ്പ് ടു കോൺകേവ് ഡൗൺ ഓർ വൈസ് വേഴ്സ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പോയിന്റ് അറ്റ് വിച്ച്
ദ കർവ് ചേഞ്ചസ് ഫ്രം കോൺകേവ് അപ്പ് ടു കോൺകേവ് ഡൗൺ ഓർ കോൺകേവ് ഡൗൺ ടു കോൺകേവ് അപ്പ്. അതായത് നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വന്നതെങ്കിൽ ഇത് നോക്കിയേ, ഇവിടം തൊട്ട് ഇവിടെ വരെ എന്താണിത്, കോൺകേവ് ഡൗൺ ആണ് അല്ലേ. ആൻഡ് ഇവിടം തൊട്ട് ഇവിടെ വരെ എന്താണ്, കോൺകേവ് അപ്പാണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിച്ചത്. സോ അതിനെ നമ്മൾ സാധാരണ ഐ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു കർവ് ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരുന്നത്. ഓക്കെ, എവിടെ നിന്നാണോ ഈ കർവ് കോൺകേവ് അപ്പിൽ നിന്ന് ഡൗണിലോട്ട് മാറുന്നത്, അല്ലെങ്കിൽ കോൺകേവ് ഡൗണിൽ നിന്ന് അപ്പിലേക്ക് മാറുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ പ്ലസ് 3x² മൈനസ് 12x. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനെ 2x³ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 6x² പ്ലസ് 3x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 6x മൈനസ് 12. ഇതാണ് എനിക്ക് എന്ത് കിട്ടിയത്, എഫ് ഡാഷ് എക്സ് കിട്ടിയത്. ഇനി അടുത്ത എഫ് ഡബിൾ ഡാഷ് എക്സ് എന്തായിരിക്കും, അപ്പോൾ 6x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് 12x പ്ലസ് 6x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 6. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ്, നമുക്ക് എഫ് ഡാഷ് എക്സ് ആയി, എഫ് ഡബിൾ ഡാഷ് എക്സ് ആയി. ശരി, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുകയാണ്. ലെറ്റ് നമ്മൾ എന്ത് ചെയ്തു, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എങ്ങനെ വരും, വിച്ച് ഇംപ്ലൈസ് 6x² പ്ലസ് 6x മൈനസ് 12 ഈക്വൽ ടു 0. ആൻഡ് ഇതിൽ നോക്കിയാൽ എല്ലാ ടൈമിലും ഒരു 6 ഉണ്ടല്ലേ, 6x², 6x, 12 എന്ന് പറഞ്ഞാൽ എന്താണ്, 6 × 2. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു 6 ഇങ്ങനെ കോമൺ എടുത്തിട്ട് RHSലേക്ക് കൊണ്ടുപോയാൽ അതെന്താവും, 0/6 ആവും. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ കാൽക്കുലേഷൻ്റെ ഈസിനെസ്സിന് വേണ്ടി ഞാൻ 6 ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ ബാക്കി എന്താ വന്നത്, x² പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് വന്നു. ശരി, ഇനി ഞാൻ ഇതിനെ സോൾവ് ചെയ്യാൻ പോകുന്നു. ഞാൻ ഫാക്ടറൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -2 ആണ്, ആൻഡ് സം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അങ്ങനെ വരാൻ പ്രോഡക്റ്റ് നെഗറ്റീവ്, സമ്മ് 1. അപ്പോൾ വലിയ നമ്പർ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്പേഴ്സ് വരാനുള്ളത് 2ഉം 1ഉം ആണ്. 2 പോസിറ്റീവും 1 നെഗറ്റീവും ആയിരിക്കും. സോ ഫാക്ടറൈസേഷൻ ആണ് കേട്ടോ, ബേസിക് ആണ്, അതൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ x² - x പ്ലസ് 2x മൈനസ് 2 ഈക്വൽ ടു 0 ഇങ്ങനെ വന്നു. ആൻഡ് ഇവിടെ നിന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കോമൺ എടുക്കുകയാണ്. അപ്പോൾ x × x - 1 പ്ലസ് 2 × x - 1 ഈക്വൽ ടു 0. ആൻഡ് x - 1 × x plus 2 equal to 0, which implies x1 equal to 1 and x2 equal to 2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടായിരുന്നു, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചു, എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിച്ചു, എഫ് ഡാഷ് എക്സിന് 0 കൊടുത്തു. അതിൽ നിന്ന് നമുക്ക് x1 x2 എക്സിന് 2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ച എക്സ് വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് കാര്യം ഇത് നമ്മൾ വരുന്നത് നമ്മൾക്ക് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്, ഇനിയുള്ള സെമ്മുകളിലാണ് ഇൻഇക്വാലിറ്റി വരുന്നത്. അപ്പോൾ അതിനകത്ത് വെച്ചിട്ടാണ് ഇൻഇക്വാലിറ്റി എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് വരുന്നത്. കാര്യം എന്താണ്, നമുക്കിവിടെ കണ്ടീഷൻ എന്താണ്, എയ്തർ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവാം, എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആവാം. അത് എവിടെയാണ് ഗ്രേറ്റർ ദാൻ 0 വരുന്നത്, എഫ് ഡാഷ് എക്സ്, എവിടെയാണ് എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 വരുന്നത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്പർ ലൈനിൽ അതൊന്നും ഞാൻ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാം.
ഓക്കെ, അപ്പോൾ നമുക്ക് x1 x2 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? 1ഉം 1ഉം -2ഉം ആണ്. ഓക്കെ, 1ഉം -2ഉം ആണ്. സോ -2 എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ ഇവിടെ ആയിട്ട് വരും, ആൻഡ് 1 എന്ന് പറയുമ്പോൾ അപ്പോൾ അതാ ഇവിടെ ആയിട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് നമ്പർ ലൈനിനെ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി? 1 2 3 പോർഷനായിട്ട് നമുക്ക് നമ്പർ ലൈനിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റി. എന്താണ്? -2ന് മുമ്പ് വരെ ഉള്ളത്, -2നും 1നും ഇടയ്ക്കുള്ളത്, 1നേക്കാളും വലുത്. ഓക്കെ, അതായത് എന്താണ്, നമ്മൾക്ക് എക്സ് എന്ന് പറയുന്നത് -2 വരാം, അല്ലെങ്കിൽ -2 x 1. എന്താണ് എക്സ് എന്ന് പറയുന്നത്? -2നും 1നും ഇടയ്ക്ക് വരാം, അല്ലെങ്കിൽ എക്സ് >1. അപ്പോൾ 3 കണ്ടീഷൻ നമുക്ക് കിട്ടി. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് -2ന് ചെറുതായിരിക്കാം, അല്ലെങ്കിൽ -2നും 1നും ഇടയ്ക്ക് വരാം, എക്സ് എന്ന് പറയുന്നതിന് അതും അല്ലെങ്കിൽ 1നേക്കാളും വലുതായിരിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ. ഓക്കെ, ഞാൻ പല കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ക്വസ്റ്റ്യനിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കുക. ആദ്യം ആ കണ്ടീഷൻസ് എഴുതി വെക്കുക, കണ്ടീഷൻസ് മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്കിവിടെ എക്സ് വാല്യൂസ് കിട്ടി. ഓക്കെ, നമുക്കിവിടെ എക്സ് വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമ്മളത് ഏതിനകത്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? f'(x)ലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. f'(x) ഈ പറയുന്ന എക്സിൽ ഈ പറയുന്ന എക്സ് വാല്യൂ വരുന്ന ഭാഗത്ത് f'(x) ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് വാല്യൂസ് അത് നമ്മൾ ഏതിൽ ചെക്ക് ചെയ്യുന്നു? f'(x)ൽ ചെക്ക് ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഓക്കെ, ഇനി ഞാൻ എങ്ങനെ എക്സ് വാല്യൂ സെലക്ട് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചാൽ, നമുക്കിവിടെ 3 ഇൻ്റർവെല്ലായിട്ട് കിട്ടിയല്ലോ. എന്താണ്? എക്സ് <(-2). അപ്പോൾ എൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് -2നേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ -2നേക്കാളും ചെറുതെന്ന് പറയുമ്പോൾ എന്താ വരാം? -3 അല്ലേ. അപ്പോൾ എനിക്ക് എന്താ -3 എടുക്കാം, -4 എടുക്കാം, -5 എടുക്കാം, അങ്ങനെ എത്ര വേണമെങ്കിലും എടുക്കാമല്ലോ. സോ ഞാൻ എന്ത് ചെയ്തു? എക്സ് -5 എന്നെടുത്തു. ഓക്കെ, എക്സ് -5 എന്നെടുത്തു. ദെൻ നമ്മുടെ f'(x) എത്രയായിരുന്നു? നമ്മുടെ f'(x)ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? f'(x)ൻ്റെ ഇക്വേഷൻ 6x² + 6x - 12. സോ f'(x) എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6x² + 6x - 12. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ f'(x) എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഞാൻ ഈ എക്സിൻ്റെ ഭാഗത്ത് -5 ഇട്ട് കൊടുക്കുകയാണ്. സോറി, -3 എടുക്കാം. നമുക്ക് -5 ആകുമ്പോൾ കാൽക്കുലേഷൻ ഒത്തിരി വലുതായിട്ട് വരും. സോ -3 എടുക്കുകയാണ്. ഓക്കെ, കാരണം എന്താ? -2നേക്കാളും ചെറിയൊരു വാല്യൂ ഇട്ട് കൊടുക്കുന്നു. സോ ഇവിടെ x² ആണ്, അതുകൊണ്ട് തന്നെ -3² എന്ന് പറഞ്ഞാൽ 9 ആണ്. 6 × 9 എന്ന് വരും. ദെൻ ഇവിടെ എന്താണ്? -3, 6 × -3 -12. അപ്പോൾ 6 × 9 എന്ന് പറഞ്ഞാൽ 54. 54 -18 -12, that is 54 -30, റൈറ്റ്. 54 - 30. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 24 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ f'(x) എത്രയാണ്? 24 ആണ്. ഓക്കെ, f'(x) എനിക്ക് ഈ കേസിൽ എത്ര കിട്ടി? x <(2) ആണെങ്കിൽ, x <(-2) ആണെങ്കിൽ എനിക്ക് f'(x) എന്ന് പറഞ്ഞാൽ 24 എന്ന് കിട്ടി. ഇനി -2ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള വാല്യൂ ഒബ്വിയസ്ലി 0 എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്കാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ 0 എടുത്തു. അപ്പോൾ കാൽക്കുലേഷൻ വളരെ എളുപ്പമായി. അപ്പോൾ 6x², 6x², ആ എക്സ് വരുന്ന ടേമെല്ലാം ക്യാൻസലായിട്ട് എനിക്ക് അവിടെ ബാക്കി എന്താ വന്നത്? -12 എന്ന് വന്നു. ഇനി x >1 എടുത്തു. അപ്പോൾ ഞാൻ എന്ത് എടുക്കുകയാണ്? 1നേക്കാളും വലിയൊരു വാല്യൂ എടുക്കുകയാണ്. 2 എടുത്തു. 2 എടുക്കുമ്പോൾ എന്താ പറ്റുക? 6x². അപ്പോൾ 6 × 4 24 + 6 × 2 12, 6 -12. അപ്പോൾ +12ഉം -12ഉം ക്യാൻസലായി പോയിട്ട് അവിടെ ബാക്കി എന്ത് വന്നു? 24 വന്നു. ഞാനിവിടെ x എത്രയാണ് എടുത്തത്? 2. x >1, അതുകൊണ്ട് ഞാൻ 2 എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നോക്കുക, ഞാൻ x <(-2) എടുത്തപ്പോൾ എനിക്ക് f'(x) എന്ന് പറയുന്നത് പോസിറ്റീവ് വന്നു, 24 വന്നു. എന്താണ്? അപ്പോൾ f'(x) > 0. f'(x) > 0 എന്ന് പറഞ്ഞാൽ എന്താണ്? x <(-2) ആണെങ്കിൽ, നമ്മൾ കണ്ടീഷൻ എഴുതി വെച്ച് നോക്ക്. f(x) പോസിറ്റീവ് ആണെങ്കിൽ, f(x) <(0) ആണെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ x <(-2) ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഇൻക്രീസസ്. ഓക്കെ, ഗ്രാഫ് ഇൻക്രീസസ്. ശരി, ഇനി ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ f'(x) നെഗറ്റീവാണ്. f'(x)
ലെസ് ദാൻ 0 ആണ്. അപ്പോൾ എന്താ കണ്ടീഷൻ വരുന്നത്? -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ അവിടെ ഗ്രാഫ് ഡിക്രീസ് ചെയ്യുന്നു. ഈ പറഞ്ഞ എക്സ് വാല്യൂസിൻ്റെ ഇടയ്ക്ക് ഗ്രാഫ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ. ഇനി അതുപോലെ തേർഡ് കേസിൽ എന്താണ്? എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, കണ്ടോ? മനസ്സിലായോ നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് എഫ് ഡാഷ് എക്സിൽ നിന്ന് നമ്മൾ 2 വാല്യൂസ് കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ ക്രിറ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. 1 ഉള്ളെങ്കിൽ ഒരു ക്രിറ്റിക്കൽ വാല്യൂ ഉള്ളൂ, 3 ഉണ്ടെങ്കിൽ 3. അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഇൻ്റർവെല്ലുകളുടെ എണ്ണം കൂടും. ഓക്കെ, ഒറ്റ എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 2 ഇൻ്റർവെല്ലേ വരുള്ളായിരുന്നു. ഓക്കെ, 3 ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻ്റർവെല്ല് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ്റർവെൽ എങ്ങനെ എടുക്കും എന്ന് മനസ്സിലായോ? നമുക്ക് ആദ്യം എന്ത് ചെയ്യും? നമുക്കുള്ള വാല്യൂസ് ജസ്റ്റ് സിമ്പിളി എന്ത് ചെയ്യുക? നമ്മുടെ നമ്പർ ലൈനിലൊന്ന് പ്ലോട്ട് ചെയ്യുക. ആൻഡ് ഇപ്പോൾ ഇവിടെ -2 1 ആയിരുന്നു. അപ്പോൾ -2 മുമ്പ് വരെ ഉള്ളത് ഒരു സെക്ഷൻ, -2 1 ഇടയ്ക്കുള്ളൊരു സെക്ഷൻ, 1 കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ളത് അടുത്ത സെക്ഷൻ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക? എഫ് ഡാഷ് എക്സിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ എടുത്ത വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അനലൈസ് ചെയ്യുക. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ വന്നത്? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്നു. ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ ഗ്രാഫ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഇത്രയും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി എനിക്ക് അടുത്തത് വേണ്ടത് ഇന്ന ഭാഗത്ത് ഇത് വലുതാവുന്നു, അല്ലെങ്കിൽ ഗ്രാഫ് മുകളിലേക്ക് പോകുന്നു, ഗ്രാഫ് താഴേക്ക് വരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കി. ഇനി എത്ര വരെ മുകളിലോട്ട് പോകുന്നു, എത്ര വരെ താഴോട്ട് പോകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവണം. അതായത് എനിക്കിനി ലോക്കൽ മാക്സിമയും ലോക്കൽ മിനിമയും കണ്ടുപിടിക്കണം. അപ്പോൾ ലോക്കൽ മാക്സിമയുടെ കണ്ടീഷൻ എന്താ നമ്മൾ എഴുതിയത്? ലോക്കൽ മാക്സിമ ഫോർ ലോക്കൽ മാക്സിമ എന്താണ്? എഫ് ഡാഷ് എ എന്ന് പറയുന്നത് 0 ആയിരിക്കണം, എഫ് ഡബിൾ ഡാഷ് എ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 0 ആയിരിക്കണം. അപ്പോൾ എഫ് ഡാഷ് എ 0 വരുന്ന 2 വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്താണ്? എഫ് ഡാഷ് എക്സിന് 0 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഈ 2 വാല്യൂസിലും എഫ് ഡാഷ് എക്സ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരെണ്ണം ലോക്കൽ മാക്സിമയാണ്, ഒരെണ്ണം ലോക്കൽ മിനിമയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എഫ് ഓഫ് എന്തെടുക്കാം? x1 എടുക്കാം. x1 എത്രയാണ്? ഇവിടെ 1 ആണ്. ഓക്കെ, എഫ് ഓഫ് 1. ഓക്കെ, എഫ് ഡാഷ് 1 എടുക്കാം. അപ്പോൾ എഫ് ഡാഷ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. ദാറ്റ് വി നോ. എഫ് ഡാഷ് 1 ഈക്വൽ ടു 0. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എഫ് ഡാഷ് എക്സിൻ്റെ ഇക്വേഷനിൽ 1 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അത് തന്നെ കിട്ടും. ഇനി അടുത്ത എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഫ് ഡബിൾ ഡാഷ് 1 ഒന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് എഫ് ഡാഷ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 12x + 6 ആണ്. അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ 12 × 1 + 6 ദാറ്റ് ഈസ് 18 എന്ന് വന്നു. ദാറ്റ് ഈസ് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ നോക്കിയേ. നമ്മുടെ കണ്ടീഷൻ നോക്കുമ്പോൾ എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് എ എന്ന് പറയുന്നത് 0 ആണ്. എഫ് ഡബിൾ ഡാഷ് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ലോക്കൽ മിനിമ എന്ന് വിളിച്ചു. ഓക്കെ, എഫ് ഡബിൾ ഡാഷ് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. എഫ് ഡാഷ് എ 0 ആണ്. എഫ് ഡബിൾ ഡാഷ് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇതെന്തായിരിക്കും? നമ്മുടെ ലോക്കൽ മാക്സിമ ആയിരിക്കും. അപ്പോൾ ലോക്കൽ മാക്സിമയുടെ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, സോ ലോക്കൽ മാക്സിമയുടെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് എന്ന് നമുക്ക് കിട്ടി. ശരി, നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടല്ലോ. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൽ നമ്മൾ എക്സിന് പകരം 1 കൊടുത്താൽ അവിടുത്തെ വൈ വാല്യൂ കിട്ടും. കാരണം y ഈക്വൽ ടു ഇന്ന ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് മാത്രം പോരാ, വൈ വാല്യൂ ഉണ്ടെങ്കിലല്ലേ പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇഫ് എക്സ് ഈക്വൽ ടു 1 ദെൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സിൽ ഇക്വേഷനിൽ എല്ലായിടത്തും 1 കൊടുക്കുക. എക്സ് ഉള്ളിടത്തെല്ലാം 1 കൊടുക്കുക. അപ്പോൾ 2 × 1³ + 3 × 1² -12 × 1. ഓക്കെ, ദാറ്റ് ഈസ് 2 + 3 - 12. That is equal to 5 - 12. That is -7. അപ്പോൾ ലോക്കൽ മാക്സിമയുടെ പോയിന്റ് ലോക്കൽ മിനിമയുടെ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് ലോക്കൽ മിനിമ പോയിന്റ്? എന്താണ് ലോക്കൽ മിനിമ? എക്സിസ്റ്റ് അറ്റ് എക്സ് വാല്യൂ എത്രയാണ്? 1,
y വാല്യൂ എത്രയാണ് -7. അപ്പോൾ നമ്മൾ ഓരോ പോർഷനിലും ഗ്രാഫിൻ്റെ ഓരോ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഗ്രാഫ് എവിടെയൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ഗ്രാഫ് എവിടെയൊക്കെയാണ് ഡിക്രീസ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ എത്ര വരെ ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്നെങ്കിൽ എത്ര വരെ ഡിക്രീസ് ചെയ്യും, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് വരികയാണ്. അപ്പോൾ ലോക്കൽ മിനിമം കണ്ടുപിടിച്ചു. ഓക്കെ, ലോക്കൽ മിനിമം എന്നല്ല, ലോക്കൽ മിനിമ എന്നാണ് കേട്ടോ ഞാൻ എഴുതിയപ്പോൾ അങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. ശരി, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇനി നമുക്ക് f' -2 എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ f' -2 എന്ന് പറയുന്നത് 0 ആണ്. ഇനി f" ഓഫ് -2 എത്രയാണെന്ന് നോക്കാം. f" ഓഫ് -2 എന്ന് പറഞ്ഞാൽ നമ്മുടെ f" ഇക്വേഷനിൽ -2x വരുന്നിടത്ത് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 12 × -2 പ്ലസ് 6 എന്ന് വരും. ദാറ്റ് ഈസ് -24 പ്ലസ് 6 that is equal to -18. that is f" ഓഫ് x എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 0 എന്ന് വന്നു. അപ്പോൾ f' ഈക്വൽ ടു 0 ആൻഡ് f" ലെസ് ദാൻ 0 എന്ന് പറയുന്ന കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് x -2 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇഫ് x ഈക്വൽ ടു -2 then f of x അല്ലെങ്കിൽ y ഈക്വൽ ടു f of x which implies എന്താണ്, x വരുന്നിടത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കുന്നു, -2 കൊടുക്കുന്നു. that is 2 × -2 the whole cube plus 3 × -2 the whole square minus 12 × -2 എന്ന് കിട്ടി. ആൻഡ് ദാറ്റ് ഈസ് 2 × -2 the whole cube എന്ന് പറയുമ്പോൾ എത്ര വരിക, 4 8 -8 എന്ന് വരും. പ്ലസ് 3 × -2 the whole square ആകുമ്പോൾ 4 വരും. ആൻഡ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, പ്ലസ് 24 എന്ന് വന്നു. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -16 പ്ലസ് 12 പ്ലസ് 24. അപ്പോൾ -4 -16 12 കൂടെ പോയി -4 വരും. -4 പ്ലസ് 24 എന്ന് പറയുമ്പോൾ എത്ര എന്ന് വന്നു, 20 എന്ന് വന്നു. ഓക്കെ, സോ നമുക്ക് എന്തെഴുതാൻ പറ്റും, ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത് എവിടെയാണ്, ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത് നമ്മുടെ എക്സ് എന്ന് പറയുന്നത് -2ഉം y എന്ന് പറയുന്നത് 20ഉമാണ്. സോ ഇതാണ് നമ്മുടെ ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലോക്കൽ മാക്സിമം കണ്ടുപിടിച്ചു, ലോക്കൽ മിനിമം കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ എവിടെയാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു, എവിടെയാണ് ഡിക്രീസ് ചെയ്യുന്നതെന്നും കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് പറയാൻ പോകണം, അടുത്തതിൽ നമ്മളെ ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ലോക്കൽ മാക്സിമം മിനിമം ഇനി എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് in order to find the inflection point let f" x equal to 0. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. f" x എന്ന് പറയുന്നത് 0 ആയിരിക്കണം. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 12x പ്ലസ് 6 ഈക്വൽ ടു 0 ആൻഡ് 12x ഈക്വൽ ടു -6 ആൻഡ് x ഈക്വൽ ടു -6/12 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2. അപ്പോൾ എക്സിന് നമുക്ക് എന്ത് വാല്യൂ കിട്ടി, x ഈക്വൽ ടു -1/2 എന്ന് കിട്ടി. അപ്പോൾ എക്സിന് ഈ വാല്യൂ വരുമ്പോൾ y എന്തായിരിക്കും, x ഈക്വൽ ടു -1/2 ആണെങ്കിൽ y ഈക്വൽ ടു f ഓഫ് -1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷനിൽ എന്താണ് എക്സ് വരുന്നിടത്ത് എല്ലാം -1/2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × -1/2 the whole cube പ്ലസ് 3 × -1/2 the whole square minus 12 × -1/2. ഓക്കെ, സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -1/2 the whole cube എന്ന് പറയുമ്പോഴേക്കും -1/8 എന്ന് വരും. ദാറ്റ് ഈസ് 2 × -1/8 പ്ലസ് 3 × -1/2 the whole square ആകുമ്പോഴേക്കും 1/4. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി, പ്ലസ് 12 × 1/2. ഓക്കെ, ഈ 2ഉം 12ഉം ക്യാൻസലായി 6 വന്നു. ആൻഡ് ഇവിടെ 2ഉം ഇതും കൂടെ ക്യാൻസലായി 4 ആയി. അപ്പോൾ ദാറ്റ് ഈസ് -1/4 പ്ലസ് 3 × 1/4 ആകുമ്പോൾ 3/4 പ്ലസ് 6 എന്ന് വന്നു. അപ്പോൾ -1/4 പ്ലസ് 3/4 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക, 4 ഡിനോമിനേറ്റർ സെയിം ആണ്. സോ -1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2/4 പ്ലസ് 6 ദാറ്റ് ഈസ് 1/2 പ്ലസ് 6
LCM അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും ഇത് 13/2 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് എവിടെ വന്നു? നമുക്ക് ഇൻഫ്ലക്ഷൻ പോയിന്റ് നമുക്ക് വന്നത് -1/2, 13/2 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. -1/2, 13/2 എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ എന്താണ് f'(x)ൻ്റെ കാര്യവും നമ്മൾ നോക്കണം. എന്താണ് നമ്മുടെ കോൺകേവ് അപ്വേർഡ് ആണോ കോൺകേവ് ഡൗൺവേർഡ് ആണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ അതും കൂടെ ഒന്ന് പരിഗണിക്കണം. ഓക്കെ, സോ അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എന്താ വന്നത്? നമുക്ക് ഇപ്പോൾ ഇൻഫ്ലക്ഷൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 2 ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യുന്ന പോയിന്റ് -1/2 ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ either x less than -1/2 എന്തായിരിക്കും, x greater than -1/2 എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ f'(x), അപ്പോൾ x ലെസ് ദാൻ -1/2 അല്ലേ? -1/2 ചെറുതെന്ന് പറയുമ്പോൾ ഇപ്പോൾ -1 നമുക്ക് എടുക്കാം. ഓക്കെ, x -1 എടുക്കാം. ആൻഡ് ഇവിടെ f'(x) എന്ന് പറയുന്നത് എത്രയാണ്? f'(x) എന്ന് പറയുന്നത് 12x + 6 ആണ്. സോ -1 പോകുമ്പോഴേക്കും x ലെസ് ദാൻ x ഇപ്പോൾ -1 ആണെങ്കിൽ ഇവിടെ എന്താ വരിക? -12 + 6 ദാറ്റ് ഈസ് -6 എന്ന് വരും. ഓക്കെ, ഇനി f ഗ്രേറ്റർ ദാൻ -1/2 ആണെങ്കിൽ ഇപ്പോൾ ഞാനത് 1 എടുക്കുകയാണെങ്കിൽ എത്ര ആയിരിക്കും വരിക? 12x + 6 അതായത് 18 എന്ന് വരും. സോ ഇവിടെ എന്താണ് f'(x) എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതായത് f'(x) എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇനി നമ്മൾ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് f'(x) ലെസ് ദാൻ 0 ആണെങ്കിൽ കോൺകേവ് ഡൗൺ ആണ് ഗ്രാഫ്. ഓക്കെ, f'(x) ലെസ് ദാൻ 0 ആണെങ്കിൽ കോൺകേവ് ഡൗൺ, ആൻഡ് f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കോൺകേവ് അപ്പ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗ്രാഫ് വരയ്ക്കുന്നതിലും ഈ ഇത്രയും കാര്യങ്ങൾ എഴുതി പ്രസൻറ്റ് ചെയ്യുന്നതിലാണ് കാര്യം. ഓക്കെ, ഗ്രാഫ് ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും, ചിലപ്പോൾ തെറ്റിപ്പോവാം, അത് പക്ഷേ സാരമില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്ക് കിട്ടും. എസ് എ ക്വസ്റ്റ്യന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു ക്വസ്റ്റ്യന് ഇതിൻ്റെ കൂടെ 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യനും കൂടെ ചേർത്ത് ഉള്ള രീതിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും പോയിന്റുകൾ കണ്ടുപിടിച്ചു. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ f(x) തന്നിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് f'(x)ഉം f'(x)ഉം കണ്ടുപിടിച്ചു. f'(x) = 0 കൊടുത്തു. 2 എന്ത് കണ്ടുപിടിച്ചു? 2 ക്രിട്ടിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? f'(x) ഗ്രേറ്റർ ദാൻ 0 എവിടെ വരുന്നു, ലെസ് ദാൻ 0 എവിടെ വരുന്നു, ഗ്രാഫ് ഇൻക്രീസ് എവിടെ ചെയ്യുന്നു, ഗ്രാഫ് എവിടെ ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചു. ദെൻ എന്ത് ചെയ്തു? എത്രത്തോളം ഡിക്രീസ് ചെയ്യുന്നു, എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു, അതായത് ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമ, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ കർവ് എവിടെ, ഈ എന്താണ് കോൺകേവ് അപ്പും കോൺകേവ് ഡൗൺ എവിടെ മീറ്റ് ചെയ്യുന്നു, അതായത് ഇൻഫ്ലക്ഷൻ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ എവിടെയാണ് കോൺകേവ് അപ്പ് വരുന്നത്, എവിടെയാണ് കോൺകേവ് ഡൗൺ വരുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇതെല്ലാം വെച്ചിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഇതിൽ എനിക്ക് y വരുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 20 വരുന്നുണ്ട്, -7 വരുന്നുണ്ട്, 13/2 വരുന്നുണ്ട്. അപ്പോൾ x ആക്സിസിനേക്കാളും y ആക്സിസിനാണ് നീളം കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ എടുക്കുമ്പോൾ ആക്യുറേറ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് തന്നെ ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ എനിക്കപ്പോൾ ആക്യുറേറ്റ് മെഷർമെൻ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. സോ ഞാനൊരു തട്ടിക്കൂട്ട് ഗ്രാഫിൽ അങ്ങ് ഒതുക്കുകയാണ്. 1 2 3 4 5 6 7 8 അങ്ങനെ. സപ്പോസ് ഇതാണ് 20. ഓക്കെ, ദെൻ ഇവിടെ 1 2 3 4 -1 -2 -3 -4. ഓക്കെ, അത് കണക്ക് തിരിച്ച് താഴോട്ട് -1 -2 -3 -4. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത് -2, 20യിലാണ്. അതായത് നമ്മുടെ ഏറ്റവും ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലോക്കൽ മാക്സിമ എന്ന് പറയുന്നത്. ശരി,
ഇനി അടുത്തത് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് -1/2, അതായത് 0.5 -0.5 13/2, അതായത് എത്രയാണ് 7.5, ഓൾമോസ്റ്റ് ഈ ഒരു പോർഷനിലായിരിക്കും നമ്മുടെ എന്ത് വരുന്നത്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരുന്നത്. ആൻഡ് ഇനി അടുത്ത ലോക്കൽ മിനിമ എന്ന് പറയുന്നത് 1, -7 ലോക്കൽ മിനിമ വരുന്നത്. സോ ഇറ്റ് മൂവ്സ് ലൈക്ക് ദിസ് പോർഷൻ. ഓക്കെ, ശരി. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന പോയിന്റ്. ഓക്കെ, ഇനി നോക്കിയേ, എക്സ് -2 ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്നു. സോ -2 വരെയും ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ -2 എന്ന് പറയുന്നത് ഈ പോർഷൻ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പോർഷൻ വരെയും ഗ്രാഫ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒരു എസ്തെറ്റിക് രീതിയിൽ, ആർട്ടിസ്റ്റിക് രീതിയിൽ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എന്താണ്, ഇവിടുന്ന് എക്സ് ആക്സിസിൻ്റെ അല്ലെങ്കിൽ ഈ 0 വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഗ്രാഫ് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണ്. എവിടെ വരെ, -2 വരെ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ, -2 തൊട്ട് 1 വരെ ഗ്രാഫ് എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. -2 തൊട്ട് 1 വരെ നമ്മുടെ ഗ്രാഫ് ഡിക്രീസ് ചെയ്യാണ്. സോ -2 മുതൽ 1 വരെ, ഇവിടം തൊട്ട് ഇവിടം വരെയും ഗ്രാഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പോർഷൻ വരെയും ഗ്രാഫ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ അടുത്തത് എന്താണ്, ഇതാണ് ഇതിൻ്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗ്രാഫ് രണ്ടും കൂടെ വന്നിട്ട് കോൺകേവ് സൈഡും കോൺവെക്സ് സൈഡും ജോയിൻ ചെയ്യുന്ന പോയിന്റാണ് ഇത്. സോ നമ്മുടെ ഗ്രാഫ് ഇവിടുന്ന് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്യുന്നു, ദെൻ ഡിക്രീസ് ചെയ്ത് ഇങ്ങനെ 1 വരെ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വീണ്ടും അതിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, 1 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ്. സോ 1 കഴിഞ്ഞിട്ട് ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് വരച്ച പോലെ തന്നെ എന്ത് ചെയ്യുക, മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. കണ്ടോ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫ് നമ്മുടെ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഗ്രാഫ് വരയ്ക്കുന്നതിനേക്കാളും പ്രധാനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇതുപോലെ എഴുതി വെക്കുക എന്നുള്ളത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇപ്പോൾ ഞാൻ ഈ വരച്ച എന്താ പറയുക, ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റ് കോളം വരച്ച് എഴുതുകയാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ f(f'(x), ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ ഞാൻ എഴുതിയ കണ്ടീഷൻ കണ്ടോ, എക്സ് ലെസ് ദാൻ, അതായത് ഇപ്പോൾ ഞാൻ -3 എന്ന് എഴുതിയിരിക്കുന്നിടത്ത് എക്സ് ലെസ് ദാൻ -2 വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു -3 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ദെൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക് ഷുവറായിട്ടും കിട്ടും. സോ അത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായോ? ഇപ്പോൾ നോക്കൂ, -1/2 അല്ലേ, -1/2ന് ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ എന്താന്ന് പറഞ്ഞു, കോൺകേവ് ഡൗൺ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഞാൻ 2 ഡൗൺ എന്ന് എഴുതി വെച്ചോ, കോൺകേവ് അപ്പാണ്. ശരി, -1ന് ലെഫ്റ്റ് സൈഡിലോട്ട് കോൺകേവ് ഡൗൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. നോക്കിയാൽ -1 എന്ന് പറയുന്നത് ഇതാണ്, ഈ പോയിന്റിന് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നോക്കിയാൽ കോൺകേവ് ഡൗൺ അല്ലേ. ഇനി -1ന് റൈറ്റ് സൈഡിലേക്ക് കോൺകേവ് അപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. നോക്കൂ, കോൺകേവ് അപ്പ് കാണുന്നില്ലേ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഗ്രാഫ് കണ്ടുപിടിക്കുന്നത്, ഗ്രൂഫ് വരയ്ക്കാനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ആണ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്. എന്തൊക്കെയാണ്? ഇഫ് f'(x) greater than 0 ഗ്രാഫ് ഇൻക്രീസസ്, ഇഫ് f'(x) less than 0 ഗ്രാഫ് ഡിക്രീസസ്. ഓക്കെ, ഇഫ് f'(x) greater than 0 കർവ് കോൺകേവ് അപ്വാർഡ്സ്, ആൻഡ് ഇഫ് f'(x) less than 0 കർവ് കോൺവേർഡ് ഡൗൺവേർഡ്സ്. ഓക്കെ, കോൺകേവ് ഡൗൺവേർഡ്സ്. അപ്പോൾ ഈ കണ്ടീഷൻസ് തിരിഞ്ഞു പോകാതെ പഠിക്കുക. ലോക്കൽ മാക്സിമ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ f'(x) equal to 0 ആൻഡ് f'(x) less than 0 at x equal to a. x equal to a എന്ന് പറയുന്നൊരു പോയിന്റിൽ f'(x) എന്ന് പറയുന്നത് 0 ആയിരിക്കും. f'(x) എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മാക്സിമ. ഇനി അതിൻ്റെ നേരെ തിരിച്ച് എന്താണ്, f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലോക്കൽ മിനിമ. ഇനി പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ്റെ പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, f'(x) equal to 0 എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് വാല്യൂ കിട്ടും. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, f(x)ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് y വാല്യൂസും കണ്ടുപിടിക്കുക. ഓക്കെ, മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, കൺഫ്യൂസ് ചെയ്യരുത്, കണ്ടീഷൻസ് ഓർത്ത് വെക്കുക, സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡെറിവേറ്റീവ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഗ്രാഫ് സ്കെച്ച് ചെയ്യുന്നത്. ഇനി ഡെറിവേറ്റീവ്സ് മാത്രം വെച്ചിട്ടല്ല, ഇനി നമുക്ക് ഇതൊന്നും കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. സിലബസിലുള്ളതാണ്, കോളേജിൽ പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അടുത്തൊരു നമുക്ക് വരുന്ന ടോപ്പിക്കാണ് സ്കെച്ചിങ് ഗ്രാഫ് യൂസിങ് ഫങ്ഷൻ ആൻഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഫങ്ഷൻ ആൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്? ഫങ്ഷനും ഡെറിവേറ്റീവും യൂസ് ചെയ്തത്. നേരത്തെ ഡെറിവേറ്റീവ് മാത്രം വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഫങ്ഷനും ഡെറിവേറ്റീവും യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അല്ലേ, അതാണ് നമ്മുടെ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ എഫ് ഓഫ് എക്സിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡെറിവേറ്റീവ് ചെയ്യാതെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഗ്രാഫ് വരയ്ക്കും എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇൻ്റർസെപ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ശരി, ഇതാ ഈ പോയിന്റ് കണ്ടോ? ഈ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഗ്രാഫ് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഗ്രാഫ് എക്സ് ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ y = 0 ആണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇത് -5 ആണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? -5,0. അപ്പോൾ y 0 വരുന്ന പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നോക്കിയത് ഇവിടെ വെച്ചിട്ട് ഇത് y ആക്സിസിനെ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എന്താണ്? എക്സ് 0 ആണ്. സോ എന്താണ് ഇത്? 0,4 എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ ഇന്റർസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ എന്താ ഇന്റർസെപ്റ്റ് എന്ന് ചോദിച്ചാൽ, ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഒന്നെങ്കിൽ എക്സ് 0 ആയിരിക്കും, അല്ലെങ്കിൽ y 0 ആയിരിക്കും. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ വൈക്ക് ഒരു വാല്യൂ ഉണ്ട്. if x = 0, the value of y, that is 0,y, ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. 0,y എന്നുള്ളതാണ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി തിരിച്ച് y = 0, എക്സിന് ഒരു വാല്യൂ. അപ്പോൾ എങ്ങനെ വരും? x, 0 എന്ന് വരും. അപ്പോൾ അതായിരിക്കും എന്തെന്ന് പറയുന്നത്? എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എക്സ് ഇന്റർസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് സിമ്മട്രി. ആൻഡ് ഈ സിമ്മട്രി എന്ന് പറയുന്നത് 3 തരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തത് സിമ്മട്രിക് ടു വൈ ആക്സിസ്. എപ്പോഴാണ് വൈ ആക്സിസിന് സിമ്മട്രിക് ആവുന്നതെന്ന് ചോദിച്ചാൽ, ഇഫ് y = f of x, y എന്ന് പറയുന്നത് f of x നമുക്ക് തന്നിട്ടുണ്ട്, അത് ഈക്വൽ ടു f of -x. ഓക്കെ, ഇനി എന്താണ് f of x എന്ന് പറയുന്നത്? f of -x-ന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ തന്നിരിക്കുന്നത്? y ആക്സിസിന് സിമ്മട്രിക് ആണ് എന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ y = x² എന്നാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, y = x² എന്നുള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഞാൻ x 1 എന്നെടുത്താൽ എനിക്ക് എത്രയായിരിക്കും ആൻസർ കിട്ടുക? 1 എന്നായിരിക്കും കിട്ടുക. x -1 എന്നെടുത്താൽ എനിക്ക് എത്രയായിരിക്കും ആൻസർ കിട്ടുക? 1 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ ഈ പറഞ്ഞ ഗ്രാഫ് എന്തായിരിക്കും? y ആക്സിസിന് സിമ്മട്രിക്കലായിരിക്കും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനി അടുത്ത കണ്ടീഷൻ എന്തായിരിക്കും? അപ്പോൾ സിമ്മട്രിക് ടു എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? -y = y ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ആയിരിക്കും. പക്ഷേ എന്താണ് ഈ പറയുന്ന കണക്ക് -y എന്ന് പറയുന്നത് എന്തായിരിക്കണം? വൈക്ക് ഈക്വൽ ആയിരിക്കണം. നെഗറ്റീവ് y എന്ന് പറയുന്നത് വൈക്ക് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ വരുന്ന കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും? സിമ്മട്രിക് ടു എക്സ് ആക്സിസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ ഓരോ കണ്ടീഷൻസ് ആണ്. ഈ കണ്ടീഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇനി അടുത്തതാണ് നമ്മുടെ സിമ്മട്രി ടു ഒറിജിൻ.
0 എന്ന് പറയുന്ന പോയിന്റിന് സിമെട്രിക് ആയിട്ട് വരുന്നുണ്ടോ, സിമെട്രിക് ടു ഒറിജിൻ. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, ഇഫ് മൈനസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, മൈനസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു, ഇത് മൈനസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു വൈ ഈക്വൽ ടു മൈനസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ആണ്. മൈനസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ ഒരു കണ്ടീഷനാണത് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് സിമെട്രിക് ടു ഒറിജിൻ. എന്താണ്, മൈനസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സിമെട്രിക് ടു ഒറിജിൻ. അത് നിങ്ങൾ കണ്ടീഷൻസ് അങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക, ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇതാണ് എൻ്റെ എക്സ് വൈ ആക്സിസ് എങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ്. ഇതെന്താണ്, ഈ വൈ ആക്സിസ് വെച്ച് നോക്കുമ്പോൾ ഇത് സിമെട്രിക്കൽ അല്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തന്നെയാണല്ലോ റൈറ്റ് സൈഡിലും വരുന്നത്. ഓക്കെ, ഇനി ഇതേ ഗ്രാഫ് സപ്പോസ് ഇങ്ങനെയാണ് വന്നതെങ്കിലോ, ഇപ്പോൾ ഇതെന്താണ്, ഈ എക്സ് ആക്സിസിന് എന്താണ്, സിമെട്രിക്കലാണല്ലോ. ഇനി ഇപ്പം ഞാൻ ഈ ഒറിജിനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സപ്പോസ് ഇങ്ങനെ വന്നു, ഇതിൻ്റെ അതേ മിറർ ഇമേജ് ആണ് ഇങ്ങനെ പോയേക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എന്തായിരിക്കും, അപ്പോൾ ഒറിജിന് സിമെട്രിക്കലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ്, എങ്ങനെയായിരിക്കും ഗ്രാഫ് പോകുന്നത് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇതൊക്കെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർസെപ്റ്റ് കിട്ടുന്ന പോയിന്റ് കിട്ടിയാൽ നമുക്ക് എവിടെയൊക്കെയാണ് ഇത് ടച്ച് ചെയ്യുന്നത്, എക്സ് ആക്സിൽ എവിടെ ടച്ച് ചെയ്യും, വൈ ആക്സിൽ എവിടെ ടച്ച് ചെയ്യും നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇനി അടുത്തതാണ് ബിഹേവിയർ. എന്തിൻ്റെ ബിഹേവിയർ? ബിഹേവിയർ ഓഫ് വൈ ആസ് എക്സ് ബിക്കംസ് ലാർജർ. എക്സ് വലുതാവുമ്പോൾ, അതായത് എക്സ് വലുതാവുമെന്ന് വെച്ചാൽ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ വൈക്ക് എന്ത് മാറ്റം വരും? അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അസിംപ്റ്റോട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, വൈ ആൾസോ ടെൻസ് ടു 0. എക്സ് ഇൻഫിനിറ്റി, എക്സ് വലുതായി പോകുമ്പോൾ വൈ 0 ആവുന്നുണ്ടോ, അല്ലെങ്കിൽ എക്സ് തീരെ ചെറുതായി പോകുമ്പോൾ അപ്പോഴും വൈ എന്താവുന്നുണ്ടെങ്കിൽ 0 ആവുന്നുണ്ടെങ്കിൽ, ഇഫ് എക്സ് എയ്തർ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഓർ എക്സ് ടെൻസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി, ഇഫ് വൈ ടെൻസ് ടു 0 then such a case is known as asymptote. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അസിംപ്റ്റോട്ട് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. അതായത് വൈ ഒരിക്കലും 0 ആവില്ല, പക്ഷേ 0യ്ക്ക് അടുത്ത് കൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരിത് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഇങ്ങനത്തെ ഗ്രാഫ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കിയാൽ ഇത് ഇങ്ങനെ അടുത്തടുത്ത് വരും, പക്ഷേ ഒരിക്കലും കൂട്ടിമുട്ടില്ല. എക്സ് വാല്യൂ നെഗറ്റീവിലോട്ടോ അല്ലെങ്കിൽ പോസിറ്റീവിലോട്ടോ എത്ര വലുതാവുന്നോ അതിനനുസരിച്ച് ഇത് അടുത്തടുത്ത് വരും, പക്ഷേ കൂട്ടിമുട്ടില്ല, 0യിലേക്ക് അടുത്തടുത്ത് വരും. അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ഇതിൽ എന്താണ്, ഈ വൈ എന്ന് പറയുന്ന ലൈനാണ് ഇതിൻ്റെ അസിംപ്റ്റോട്ട്, വൈ ഈക്വൽ ടു 0, അതല്ലെങ്കിൽ ആ വൈ ആക്സിസ് ആണ് ഇതിൻ്റെ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ബിഹേവിയർ ഓഫ് വൈ ആസ് എക്സ് ബിക്കം ലാർജ്. അപ്പോൾ എക്സ് ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ വൈ 0യിലേക്ക് അടുക്കുകയാണ്. വൈ ഇഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, വൈ ടെൻസ് ടു 0 ആണെങ്കിൽ വൈ ഈക്വൽ ടു 0 ഈസ് ആൻ അസിംപ്റ്റോട്ട് ഓഫ് ദ ഗിവൻ ഗ്രാഫ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കണ്ടീഷൻസ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ആവും. ഓക്കെ, ഇനി ഇതിൻ്റെ നേരെ തിരിച്ചുള്ള സംഭവമാണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. ഓക്കെ, ഇതിനൊരു ഡെഫിനിഷൻ അവർ പറയുന്നുണ്ട്. ഞാൻ എഴുതിയത് നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഡെഫിനിഷൻ അവർ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ ഡിറ്റർമൈനിങ് ദോസ് വാല്യൂസ്. ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ determining those values for x, determining those values of x for which denominator
ഓഫ് എനി ടേം ഈസ് 0. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കൂടുതലും ഡിനോമിനേറ്ററിലായിരിക്കും എക്സ് വരിക. ഓക്കെ, എക്സ് ഡിനോമിനേറ്ററിൽ വരുന്ന ടൈപ്പ് ഫങ്ഷൻസ് ആയിരിക്കും തരിക. അപ്പോൾ ആ ഒരു ഡിനോമിനേറ്റർ ഏത് എക്സ് വാല്യൂവിന് ആ ഡിനോമിനേറ്റർ 0 ആവുന്നോ, ഓക്കെ, ഏത് എക്സ് വാല്യൂവിന് ഏതെങ്കിലും ഒരു എക്സ് വാല്യൂവിന് തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ടേം 0 ആയി പോകുന്നുണ്ടോ, അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവിടെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് പ്രസൻ്റ് ആണ്. ഇതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ വെച്ച് ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാത്തിലും ഡിനോമിനേറ്ററിൽ എക്സ് കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിനോമിനേറ്ററിൽ എക്സ് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഡിനോമിനേറ്ററിൽ എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ആ ഡിനോമിനേറ്റർ 0 ആയി പോകുന്നുണ്ടെങ്കിൽ അവിടെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ ഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പോൾ ഡൊമൈൻ എന്തായിരിക്കും, തന്നിരിക്കുന്ന ഇക്വേഷന് പോസിബിൾ ആയിട്ടുള്ള എക്സ് വാല്യൂസ്, തന്നിരിക്കുന്ന ഇക്വേഷനിൽ പോസിബിൾ ആയിട്ടുള്ള എക്സ് വാല്യൂസ് ആണ് എന്തെന്ന് പറയുന്നത് ഡൊമൈൻ എന്ന് പറയുന്നത്. അടുത്തത് റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിബിൾ വൈ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ പോസിബിൾ വൈ വാല്യൂസ് ആണ് എന്തെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. ഇത് ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നു. ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചില്ലേ, അതേപോലെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും എല്ലാം വെച്ചിട്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ മിനിമം മാക്സിമം ഒക്കെ കണ്ടുപിടിക്കുന്നു. എവിടെ പൊങ്ങുന്നു, എവിടെ താഴുന്നു, എവിടെ ഇൻക്രീസ് ചെയ്യുന്നു, എവിടെ ഡിക്രീസ് ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ആൻഡ് അതെല്ലാം വെച്ചിട്ട് നമ്മൾ അവസാനം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഇവിടെയും ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിനല്ല മാർക്ക്, അല്ലെങ്കിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിന് മാർക്ക് ഉണ്ടാവും. പക്ഷേ ഇത്രയും കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏരിയ ആണ്. ഓക്കെ, so these are the conditions. Now let us do a question. For example, y equal to 8 by x square plus 4. y equal to 8 by x square plus 4. ആദ്യം എന്താണ്, ഇൻ്റർസെപ്റ്റ് അല്ലേ. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇൻ്റർസെപ്റ്റ് ആണ്. ഓക്കെ, ലെറ്റ് എക്സ് ഈക്വൽ ടു 0. എക്സ് 0 കൊടുത്താൽ ഇവിടെ y എന്ത് വരും, y ഈക്വൽ ടു 8 by 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 plus 4 4. 8 by 4 that is equal to 2. അപ്പോൾ എക്സ് 0 ആയാൽ y ഈക്വൽ ടു 2. സോ എക്സ് ഈക്വൽ ടു 0 ആയാൽ y ഈക്വൽ ടു 2. അപ്പോൾ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, വൈയിൽ ഏത് പോയിന്റിലാണ് ഇത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്, 0,2 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ ഗ്രാഫ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. ശരി, ഇനി ഇതിൽ നമുക്ക് തിരിച്ച് എക്സ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിച്ച് നോക്കിയാലോ. ലെറ്റ് y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുത്താലോ. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ 0 ഈക്വൽ ടു 8 by x സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ്, ഇത് ക്രോസ് ചെയ്ത് ഇവിടെ പോകും, എക്സ് സ്ക്വയർ പ്ലസ് 4 × 0 എന്ന് വരും. ദാറ്റ് ഈസ് 0. 8 ഈക്വൽ ടു 0 എന്ന് വരും. എന്തെങ്കിലും അർത്ഥമുണ്ടോ, അർത്ഥമില്ല. ഇതിനർത്ഥം എന്താണ്, ഈ അർത്ഥം ഇല്ലാതെ വന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നോ എക്സ് ഇൻ്റർസെപ്റ്റ് എന്നുള്ളതാണ്. അതായത് എക്സ് ആക്സിസിൽ ഈ ഗ്രാഫ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്ത് പോകുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് വൈ ആക്സിസിലാണ് ഈ ഗ്രാഫ് നിൽക്കുന്നത്. നോ എക്സ് ഇൻ്റർസെപ്റ്റ്. ഓക്കെ, നോ എക്സ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ വൈ ആക്സിസിൽ 0,2 എന്ന് പറയുന്ന പോയിന്റിൽ ഗ്രാഫ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വൈ ആക്സിസിനെ ക്രോസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നില്ല. ഇത്രയും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത എന്താ, നമുക്ക് സിമ്മട്രി നോക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മുടെ കണ്ടീഷൻ, സിമ്മട്രിക് ടു വൈ ആക്സിസ് ആണെന്ന് നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വൈ ഈക്വൽ ടു എന്താണ് 8 by x square plus 4 ആണ് അല്ലേ. 8 plus x square plus 4 ആണ്. ഇനി എക്സിന് വരെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, മൈനസ് എക്സ് കൊടുക്കുകയാണെങ്കിലോ, എക്സിന് വരെ മൈനസ് എക്സ് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, 8 by minus x square plus 4. ദാറ്റ് ഈസ് 8 by x square plus 4 എന്ന് തന്നെ വരും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് കത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, എക്സിന് ഇപ്പോൾ 1 എന്ന് കൊടുക്കുക. y ഈക്വൽ ടു 8 by 1 square plus 4. ദാറ്റ് ഈസ് 8 by 5. ഇനി എക്സിന് -1 എന്ന് കൊടുത്ത് നോക്കി, 8 by -1 the whole square plus 1 plus 4. ദാറ്റ് ഈസ് 8 by
1 + 4 ദാറ്റ് ഈസ് 8/5. സെയിം അല്ലേ? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എന്താണ്? f(x) = f(-x) എന്നുള്ള കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. Therefore the graph is symmetric to y-axis. y-axisന് സിമ്മട്രിക്കലാണ് ഗ്രാഫ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്താ? ഇനി x-ആക്സിസിന് സിമ്മട്രിക് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഒന്നാമത്തെ കാര്യം, നമ്മൾ x-ആക്സിസിൽ ക്രോസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ മനസ്സിലായി എന്തായിരിക്കില്ല, x-ആക്സിന് സിമ്മട്രിക്കൽ ആയിരിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്നാലും -y എന്ന് പറഞ്ഞാൽ ≠ y ആണല്ലോ. ഇവിടെ ഇപ്പോൾ എന്താണ്, ഇതിൻ്റെ നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ y എന്ന് പറയുന്നത് 8/x² + 4 ആണ്. ഓക്കെ, -y എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇത് വരിക? -8/x² + 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇപ്പം ഞാൻ ഇവിടെ ഒരിടത്ത് 1 കൊടുക്കുമ്പോൾ എനിക്കിത് 8/5 വരും, ആൻഡ് നെഗറ്റീവ് കൊടുക്കുമ്പോൾ -8/5 എന്ന് വരും. സോ -y ≠ y ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, x-ആക്സിസിന് സിമെട്രിക്കൽ അല്ല. ഓക്കെ, ഇനി അടുത്ത ഒറിജിന് സിമെട്രിക്കലാണോ നമ്മളെങ്ങനെ നോക്കുക? ഇപ്പോൾ -y = 8/-x² + 4 ഇങ്ങനെ വരണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ എക്സിന് ഇപ്പോൾ -1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് -y ആണ് കിട്ടിയെന്ന് വെച്ചു. അപ്പോൾ എക്സിന് -1 എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടണം? അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 8/5 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്താ? എനിക്ക് y = 8/x² + 4 എന്ന് വരണം. y = 8/x² + 4 എന്ന് വരണം. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? എക്സിന് 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് y എത്ര കിട്ടിയെന്ന് നോക്കാം. എക്സിന് 1 എന്ന് കൊടുത്താൽ എനിക്ക് 8/5 എന്ന് തന്നെ കിട്ടും. ഓക്കെ, എക്സിന് 1 എന്ന് കൊടുത്താൽ എനിക്ക് 8/5 എന്ന് തന്നെ ആയിരിക്കും കിട്ടുക. സോ റെക്കോർഡ് ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ -y = 8/5 എന്ന് കിട്ടി, ആൻഡ് y = എന്തെന്ന് കിട്ടി? ഇല്ല, -y എന്ന് പറയുമ്പോൾ എന്താണ്? -(all this) എന്ന് വരും. അപ്പോൾ -8/5, ഇവിടെ 8/5 എന്നുമാണ് കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും നോട്ട് ഈക്വൽ ആയിട്ട് വന്നു. സോ എന്താണ് ഇത്? നോട്ട് സിമെട്രിക് ടു ഒറിജിനുമാണ്. ഓക്കെ, സിമെട്രിക് ടു ഒറിജിനും അല്ല. ഇതൊക്കെ കണ്ടീഷൻസ് ആണ്, നമ്മളതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഈ ഒരു സിമെട്രിയുടെ അറിയാൻ പറ്റുന്നത് മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളത് നോക്കണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. കാര്യം കോളേജിലൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെ ചോദിക്കാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പോൾ സിമെട്രി എലമെൻറ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ ബിഹേവിയർ ഓഫ് y ആസ് x become large. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? x എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലാണ് അല്ലേ? നമുക്ക് എന്തറിയാം? y = 8/x² + 4 എന്നുള്ളതാണ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ എക്സ് ഡിനോമിനേറ്റർ വലുതാവുന്നതനുസരിച്ച് y എന്തായിക്കൊണ്ടിരിക്കും? ചെറുതായിക്കൊണ്ടിരിക്കും അല്ലേ? ഇപ്പോൾ 1/2, 1/4, 1/10 എന്താണ് വ്യത്യാസം? ഇത് 0.5, ഇത് 0.25, ഇത് 0.1. ഓക്കെ, കണ്ടോ? എന്താണ്? ഡിനോമിനേറ്റർ വലുതാവുന്നതനുസരിച്ച് നമ്മുടെ വാല്യൂ ചെറുതായിക്കൊണ്ടിരിക്കും. സോ എക്സിന് വാല്യൂ കൂടുന്നതനുസരിച്ച് y എന്തായിക്കൊണ്ടിരിക്കും? ചെറുതായിക്കൊണ്ടിരിക്കും. ആസ് x → ∞, y → 0. ഇവിടെ x² ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ x നെഗറ്റീവിലോട്ട് വന്നാലും, അതായത് -1 എന്ന് വന്നാലും, -10 എന്ന് വന്നാലും, -100 എന്ന് വന്നാലും എന്ത് തന്നെയാണ്? സെയിം എഫക്റ്റാണ്. y → 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊക്കെ നിങ്ങൾ എഴുതി ഫലിപ്പിക്കണം, അതാണ് ഇതിലെ കാര്യം. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് x is in denominator. As we increase the value of x, the value of y decreases. Since x എന്താണ്? എക്സിന് സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. Therefore this happens in both cases. As x tends to infinity and x tends to -infinity, y tends to 0. As a result, y = 0 is an asymptote of the graph. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു? ഡിനോമിനേറ്റർ ഏതെങ്കിലും ഒരു x വാല്യൂവിൽ 0 വരുന്നുണ്ടോ?
അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4 ഇത് 0 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ -4 വരണം. x4 -4 വരണമെങ്കിൽ എക്സ് സ്ക്വയർ -4 എന്ന് വരണമെങ്കിൽ അത് കോംപ്ലക്സ് നമ്പറിലേ വരുള്ളൂ. ഓക്കെ, അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു -4 എന്ന് വരും. ഇതിനെ ഞാൻ 0 ഇത് ഈക്വൽ ടു 0 എന്ന് വരണമെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു -4 എന്ന് വരും. എക്സ് ഈക്വൽ ടു +or - √-4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു +or - 2j അല്ലെങ്കിൽ 2i എന്ന് വരും. ദിസ് ഈസ് കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാവും എക്സ് സ്ക്വയർ ഒരിക്കലും -4 എന്ന് വരില്ല, റിയൽ നമ്പറിൽ വരില്ല. സോ എന്താണ്, എക്സിൻ്റെ ഒരു വാല്യൂവിലും ഈ പറയുന്ന പോലെ നമുക്ക് ഡിനോമിനേറ്റർ 0 എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഇവിടെ ഇല്ല. ഓക്കെ, ഇനി അടുത്തത് എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഡൊമൈനാണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് നമുക്ക് മനസ്സിലായത്? എക്സ് ഡിനോമിനേറ്ററിലാണ്, എക്സിൻ്റെ ഒരു വാല്യൂവിലെങ്കിലും 0 വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഡിനോമിനേറ്ററിൽ വരുന്നത് ഡിനോമിനേറ്ററിൽ ഒരിക്കലും 0 വരാൻ പാടില്ല. അപ്പോൾ എക്സിൻ്റെ ഏതെങ്കിലും വാല്യൂവിന് 0 വരുന്നുണ്ടെങ്കിൽ ആ വാല്യൂ ഒഴിച്ച് ബാക്കിയെല്ലാം ആയിരിക്കും അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, എക്സിൻ്റെ ഒരു വാല്യൂവിന് പോലും 0 വരുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സിന് എല്ലാ തരത്തിലുള്ള വാല്യൂസും പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഓൾ റിയൽ നമ്പർ അല്ലെങ്കിൽ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സും എന്താണ്, ഇതിൻ്റെ ഡൊമൈനാണ്. അപ്പോൾ ഓൾ റിയൽ നമ്പർ ആണ് ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ y എത്രത്തോളം പോകാന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, y ഈക്വൽ ടു 8/x² + 4 എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി y ഈ x 0 ആവുകയാണെങ്കിൽ എന്താണ് 8/4 = 2 എന്നുള്ളതാണ് വൈയിൽ വരിക. ഇനി എക്സ് എന്ത് ചെയ്താൽ എക്സ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ടോ എക്സ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ടോ പോയാൽ വൈ എങ്ങോട്ട് വരും? 0യിലേക്ക് വരും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്, എക്സിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വാല്യൂ 0യും മിനിമം വാല്യൂ എത്രയാണ്? 0യ്ക്ക് തൊട്ട് അടുത്ത് വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഞ്ചിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 0യേക്കാൾ ചെറുതും എന്നാൽ 2ന് ഈക്വലോ 2ന് ചെറുതോ വരെയുള്ള ഏത് റിയൽ നമ്പർ വാല്യൂസും ഇതിന് റേഞ്ച് ആയിട്ട് വരാം. ഓക്കെ, 0 ലെസ് ദാൻ y ≤ 2 എന്ന് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് നമ്മൾ ഫംഗ്ഷനിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ കണ്ടീഷൻസ് ആണ്, ഇതെല്ലാം കുറേ എഴുതാനുള്ളതാണ് അല്ലെങ്കിൽ കാണാതെ പഠിക്കാനുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡെറിവേറ്റീവ് ആണ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ്. ഫസ്റ്റ് എന്താണ് f(x) ഉണ്ട്, അതിനെ f'(x) ആക്കണം, f'(x) ആക്കണം, അതിൽ നിന്ന് ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കണം, ഇൻക്രീസ് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ അതേ കണക്ക് തന്നെ മിനിമം, ലോക്കൽ മിനിമ, ലോക്കൽ മാക്സിമ, ഇൻഫ്ലക്ഷൻ പോയിന്റ് ഇത്രയും കണ്ടുപിടിക്കുക. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും കൂടി യൂസ് ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കുക. ഇപ്പം തന്നെ നമുക്ക് ഒരുവിധം ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. കാര്യം എന്താണ്, y ആക്സിസിൽ ഇത് 2,0 എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതേ കണക്ക് തന്നെ ഇതെന്താണ്, അസിംപ്റ്റോട്ടാണ്, രണ്ട് സൈഡിലും ഒരേ കണക്ക് സിമെട്രിക്കലാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും പോവുക. കണ്ടോ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വാല്യൂസ് കണ്ടുപിടിക്കാതെ ഫംഗ്ഷൻ വെച്ച് ഊഹിച്ച് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സ്കെച്ച് ഗ്രാഫ് യൂസിങ് ഫംഗ്ഷൻ ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നതിൽ ഇങ്ങനെ വരയ്ക്കുക. ഇനി ജസ്റ്റ് യൂസിങ് ഡെറിവേറ്റീവ്സ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വരയ്ക്കുക. അപ്പോൾ ഞാൻ കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, കുറച്ചുകൂടെ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആ കണ്ടീഷൻസ് പഠിച്ചു വെക്കുക. കണ്ടീഷൻസ് പഠിച്ചു വെച്ചാൽ ബാക്കി ആപ്ലിക്കേഷനാണ് എളുപ്പമാണ്. കണ്ടീഷൻസ് എഴുതുന്നതിനാണ് മാർക്ക്. ഓക്കെ, കണ്ടീഷൻസ് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനാണ് മാർക്ക്. അപ്പോൾ കണ്ടീഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്തൊരു ക്ലാസ്സിൽ ഫൈൻഡിങ് മിനിമം ആൻഡ് മാക്സിമം, അതായത് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസിൻ്റെ അടുത്തൊരു വഴിക്കണക്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് 4 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻസ് കുറച്ച് നോക്കണം, ലീനിയർ അപ്രോക്സിമേഷനും കൂടെ നോക്കണം. അപ്പോൾ അത് രണ്ടും ആകുമ്പോൾ നമുക്ക് എന്താവും, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, താങ്ക് യു.